ലോകപ്രശസ്തമായ ദുബായിലെ ആ ഗോൾഡ് സൗക്കിലിപ്പ് നിങ്ങൾ പോയാല് ചിലപ്പോൾ അന്താരാഷ്ട്ര വിപണിയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കഴിഞ്ഞേക്കും. കേൾക്കുമ്പോൾ, അതായത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു വലിയ ഭാഗ്യമായി തോന്നാമല്ലേ? തീർച്ചയായും അങ്ങനെ തോന്നാം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണഗതിയിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയോ വരുമ്പോൾ ആളുകൾ പരമാവധി സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യാറുള്ളത്. അതെ അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാണല്ലോ സ്വർണം. ഓവ്. എന്നിട്ടും ശരിക്കും എന്ത് സംഭവിച്ചിട്ടാകും ആ നഗരത്തിലെ സമ്പന്നർ ഇത്ര വലിയ നഷ്ടം സഹിച്ച്, എന്താ പറയാ, കിട്ടുന്ന വിലയ്ക്ക് സ്വർണം വിറ്റഴിച്ച് പണവുമായി അവിടുന്ന് കടന്നുകളയാൻ ശ്രമിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സുരക്ഷിതമായ ആ പളവളപ്പുള്ള അമ്പരച്ചുംബിയായ കെട്ടിടങ്ങളുള്ള ആ ആഗോള നഗരത്തിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ഈ അന്വേഷണത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ മുന്നിലുള്ള ചില സുപ്രധാന സ്രോതസ്സുകളാണ്. ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് ഇറാൻ യുദ്ധസാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുബായിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങളുടെ ഉള്ളറകളിലേക്കാണ് നാം കടക്കുന്നത്. പുറമേ കാണുന്ന തിളക്കങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ശരിയാണ്. ഈ സ്വർണ്ണവിൽപ്പനയുടെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഇതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണം മാത്രമാണ്. നാം ഇന്ന് വിശകലനം ചെയ്യുന്ന ഈ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് കേവലം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഒരു നഗരത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിലേക്കാണ്. അപ്പൊ അതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. നിക്ഷേപകർ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരിടത്തുനിന്ന് എന്ത് വില കൊടുത്തും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു എന്നത് ആ നഗരത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ്. ആ വിശ്വാസനഷ്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം കാണുന്നത് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണെന്ന് സ്രോതസ്സുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഉവ്, റിയൽ എസ്റ്റേറ്റിൽ വലിയ തകർച്ചയാണ്. അതായത് വസ്തുവകകളുടെ വിലയിൽ 50% ഇടിവ് സംഭവിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്നലെ 10 കോടി വിലയുണ്ടായിരുന്ന ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റിന് ഇന്ന് അതിന്റെ പകുതി വില പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഇത്രയും വലിയൊരു തകർച്ച പെട്ടെന്നുണ്ടാകാൻ കാരണം? കെട്ടിടങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല, നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മാറ്റമില്ല. എന്നിട്ടും വില കുത്തനെ ഇടിയാനുള്ള കാരണം എന്തായിരിക്കും? ഒരു നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വില മാത്രമല്ലല്ലോ. അത് ആ നഗരത്തിന്റെ ഭാവിയിലുള്ള ഒരു വലിയ നിക്ഷേപം കൂടിയാണ്. ശരിയാണ്. ആളുകൾ അവിടെ വീടോ ഓഫീസോ വാങ്ങുന്നത് ആ നഗരം ഭാവിയിലും സുരക്ഷിതമായിരിക്കും, അവിടെ ബിസിനസ്സുകൾ വളരും എന്ന പ്രതീക്ഷയിലാണല്ലോ. ആ സുരക്ഷിതത്വബോധം ഇല്ലാതാകുമ്പോൾ എത്ര ആഡംബരമുള്ള കെട്ടിടമാണെങ്കിലും ശരി, അതിന് കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല. അമേരിക്കൻ ബാങ്കുകളും വലിയ ധനകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ ദുബായിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വെട്ടിച്ചുരുക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹോങ്കോങ്ങിലേക്കും സിംഗപ്പൂരിലേക്കുമൊക്കെ മാറ്റുകയാണ്. അതെ, അവർ സുരക്ഷിതമായ ഇടങ്ങൾ തേടുകയാണ്. തീർച്ചയായും. വലിയ കോർപ്പറേറ്റുകൾ നഗരം വിടുമ്പോൾ സ്വാഭാവികമായും ഈ ഓഫീസ് സ്പേസുകൾ ഒഴിയുന്നു. ഉദ്യോഗസ്ഥർ തിരികെ പോകുമ്പോൾ അപ്പാർട്ട്മെന്റുകളും കാലിയാകുന്നു. ഡിമാൻഡ് പൂർണ്ണമായും ഇല്ലാതാവുമ്പോഴാണ് വില ഇത്രയും ഭീകരമായി താഴോട്ടു പോകുന്നത്. കയറ്റുമതി ചെയ്യുന്നൊരു സ്ഥലമല്ലല്ലോ, അതൊരു വലിയ സെർവൽ ഫാം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആഗോള മൂലധനത്തെയും ബിസിനസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കൂറ്റൻ റൂട്ടർ. അതെ അതെ. ആ സെർവർ ഫാമിന്റെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത് അതിന്റെ ഫയർവാളാണ്, അഥവാ അതിന്റെ പൂർണ്ണമായ സുരക്ഷ. ആ സുരക്ഷാ സംവിധാനത്തിൽ ഒരു ചെറിയ വിള്ളൽ വീണുവെന്ന് സംശയം വന്നാൽ മതി, വലിയ കമ്പനികളും നിക്ഷേപകരും തങ്ങളുടെ ഡേറ്റ, അതായത് അവരുടെ പണം, ഒറ്റയടിക്ക് കൂടുതൽ സുരക്ഷിതമായ സിംഗപ്പൂർ പോലെയുള്ള മറ്റു സെർവറുകളിലേക്ക് മാറ്റിസ്ഥാപിക്കും. വളരെ കൃത്യമായൊരു വിശദീകരണമാണത്. പഴയകാലത്ത് ഒരു രാജ്യത്ത് നിന്ന് സമ്പത്ത് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുകയെന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് കോടിക്കണക്കിന് ഡോളറുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ കമ്പ്യൂട്ടറിലെ ഏതാനും ക്ലിക്കുകൾ മാത്രം മതിയല്ലോ. ഉവ്, നിമിഷനേരം കൊണ്ട് മാറ്റാം. അതുകൊണ്ട് തന്നെ മൂലധനം എപ്പോഴും ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങൾ തേടി അതിവേഗം ഒഴുകിക്കൊണ്ടിരിക്കും. ദുബായിയുടെ കാര്യത്തിൽ തങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് വിദേശ കമ്പനികൾ തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ആ വലിയ പലായനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മൂലധന പലായനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ സ്വർണ്ണ വിപണിയിലെ വിരോധാഭാസത്തിന്റെ ആഴം ശരിക്കും മനസ്സിലാവുന്നത്. ആ നിക്ഷേപകരുടെ മാനസികാവസ്ഥ നമ്മൾ കുറച്ചുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്.
എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ തന്റെ പക്കലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണം അന്താരാഷ്ട്ര വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിൽക്കാൻ തയ്യാറാകണമെങ്കിൽ അയാൾക്ക് സമ്പത്ത് സംരക്ഷിക്കുന്നതിനേക്കാൾ വലുത് മറ്റെന്തെങ്കിലും ആയിരിക്കണമെന്നാണ്. ശരിയാണ്. ഒരുപക്ഷേ സ്വന്തം ജീവനോ അല്ലെങ്കിൽ ആ രാജ്യത്തു നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാനുള്ള ഒരു തിടുക്കമോ ആയിരിക്കാം. അതെ, അതൊരു പരിഭ്രാന്തിയുടെ, അതായത് ഒരു പാനിക് സെല്ലിങ്ങിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. സ്വർണമെന്നത് അങ്ങേറ്റം മൂല്യമുള്ള ഒന്നാണെങ്കിലും അത് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിമാനത്തിൽ കയറി രക്ഷപ്പെടാൻ എളുപ്പമല്ലല്ലോ. അല്ല, നിയമപരമായ ഒരുപാട് കടമ്പകളുണ്ടല്ലോ. തീർച്ചയായും. വലിയ തോതിൽ സ്വർണം കടത്തുന്നത് നിയമപരമായി വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പണം ആവശ്യമായി വരുന്നു. തങ്ങളുടെ ആസ്തികൾ ദ്രവീകരിച്ച് അഥവാ ലിക്വിഡേറ്റ് ചെയ്ത് എത്രയും വേഗം രാജ്യം വിടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ആ നിമിഷത്തിൽ അവർക്കുള്ളൂ. അപ്പോ നഷ്ടം അവരൊരു പ്രശ്നമായി കാണുന്നില്ല. ഇല്ല. 10% 20% നഷ്ടം സഹിച്ചായാലും വേണ്ടില്ല, ബാക്കിയുള്ള സമ്പത്തുമായി സുരക്ഷിതമായ മറ്റൊരു രാജ്യത്തേക്ക് കടക്കുക എന്നതാണ് ഈ വിരോധാഭാസത്തിന് പിന്നിലെ മനഃശാസ്ത്രം. അല്ല, എനിക്കിവിടെ മറ്റൊരു സംശയമുണ്ട്. ഈ പണം അങ്ങനെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഭയന്നോടില്ലല്ലോ. ദുബായ് കാലങ്ങളായി മിഡിൽ ഈസ്റ്റിലെ ഒരു സുരക്ഷിത താവളമായി അറിയപ്പെടുന്ന നഗരമാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ദുബായ് ഒരു സേഫ് സോണായിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ പറയുന്ന ഫയർവാളിന് എന്തുപറ്റി? എന്തുകൊണ്ടാണ് നിക്ഷേപകർക്ക് ഈ സുരക്ഷയിൽ പെട്ടെന്നൊരു സംശയം തോന്നാൻ കാരണം? അവിടെയാണ് നാം ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ താരണത്തിലേക്ക്, അതായത് ഭൗമരാഷ്ട്രീയത്തിലേക്ക്, നമ്മൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയില്ലേ, അതിലേക്ക് കടക്കുന്നത്. ഈ സാമ്പത്തിക തകർച്ച ഒരു രോഗലക്ഷണം മാത്രമാണ്. യഥാർത്ഥ കാരണം യുഎഇയുടെ സമീപകാല വിദേശ നയങ്ങളിലും അവരുടെ നയതന്ത്ര തീരുമാനങ്ങളിലുമാണ് കിടക്കുന്നത്. സ്രോതസ്സുകൾ വളരെ കൃത്യമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്, തികച്ചും നിഷ്പക്ഷമായി നിന്നിരുന്നൊരു രാജ്യം പെട്ടെന്ന് പല മേഖലകളിലും സജീവമായി ഇടപെടാൻ തുടങ്ങിയതാണ് ഈ അസ്ഥിരതയ്ക്ക് തുടക്കമിട്ടത് എന്നാണ്. ആ ഇടപെടലുകളെക്കുറിച്ച് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടല്ലോ. ഇസ്രായേലുമായുള്ള അടുത്ത ബന്ധം, പ്രത്യേകിച്ച് ആ അബ്രഹാം അക്കോർഡ്സ് പോലെയുള്ള കരാറുകൾ, അതുപോലെ യമൻ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ എന്നിവയെല്ലാം ഇതിൽ വലിയ പങ്കുവഹിച്ചുവെന്ന് കാണുന്നുണ്ട്. ഈ നീക്കങ്ങൾ മേഖലയിലെ മറ്റു വലിയ ശക്തികളെ, പ്രത്യേകിച്ച് ഇറാനെയും ഒരു പരിധിവരെ സൗദി അറേബ്യയെയും വലിയ രീതിയിൽ അലോസരപ്പെടുത്തി. അതെ, അതൊരു വലിയ ഘടകമായിരുന്നു. പോരാത്തതിന് അമേരിക്കൻ സൈന്യത്തിന് അവിടെ താവളമൊരുക്കുകയും ചെയ്തു. ഇതെല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രകോപനങ്ങളായിരുന്നില്ലേ? തീർച്ചയായും. ഒരു വശത്ത് ഇസ്രയേലുമായും അമേരിക്കയുമായും സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാക്കുമ്പോൾ, മറുവശത്ത് അത് തങ്ങളുടെ അയൽക്കാരായ ഇറാന് വലിയ സുരക്ഷാ ഭീഷണിയായി തോന്നുമെന്നത് സ്വാഭാവികമാണല്ലോ. ഇതിന്റെ ഫലമായിട്ടാണ് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് യുഎഇക്ക് നേരെ മിസൈൽ, ഡ്രോൺ ഭീഷണികൾ ഉണ്ടായത്. പ്രത്യേകിച്ച് അബുദാബിയിലെയും ദുബായിലെയും തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക്. IT കേന്ദ്രങ്ങളും വലിയ വ്യവസായ മേഖലകളുമെല്ലാം ഈ ഭീഷണിയുടെ നിഴലിലായി. ഇവിടൊരു കാര്യം, എനിക്കൊരു വലിയ സംശയമുണ്ട്. ബിസിനസ് മാത്രം ശ്രദ്ധിച്ച് എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോയിരുന്നൊരു നഗരം പെട്ടെന്ന് എന്തിനാണ് ഈ പ്രാദേശിക യുദ്ധങ്ങളിലും മറ്റും തലയിടുന്നത്? എനിക്കത് മനസ്സിലാകുന്നത്, ഈ ക്ലാസ്സിലെ ഏറ്റവും മിണ്ടാതിരിക്കുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കി പഠിക്കുന്നൊരു കുട്ടി പെട്ടെന്ന് പോയി എല്ലാവരുമായി വഴക്കുണ്ടാക്കുന്നത് പോലെയാണ്. അതൊരു നല്ല താരതമ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അവർക്ക് ഈ തീരുമാനങ്ങൾ അവരുടെ അടിസ്ഥാന സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് തന്നെ എതിരായിരുന്നില്ലേ? എന്തിനായിരിക്കും അവർ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തത്? അതൊരു മികച്ച ചോദ്യമാണ്. കേവലം ഒരു സാമ്പത്തിക ശക്തിയായി മാത്രം ഒതുങ്ങി നിൽക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് ഇതിനുള്ള ഉത്തരം. സാമ്പത്തികമായി വലിയ നേട്ടങ്ങളുണ്ടാക്കിയതിനു ശേഷം അവർ സ്വാഭാവികമായും ആഗ്രഹിച്ചത് പ്രാദേശിക രാഷ്ട്രീയത്തിലും സൈനിക തലത്തിലും ഒരു നിർണായക ശക്തിയാകാനാണ്. അവർക്ക് ആധിപത്യം സ്ഥാപിക്കണമായിരുന്നു. അതെ. മേഖലയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ഒരു ആധിപത്യ പോരാട്ടമുണ്ടല്ലോ, അതിൽ തങ്ങൾക്കും ഒരു വലിയ റോളുണ്ട് എന്ന് കാണിക്കാൻ യുഎഇ ശ്രമിച്ചു. ഒരു റീജിയണൽ സൂപ്പർ പവർ ആകാനുള്ള ആഗ്രഹമാണ് ഈ നയതന്ത്ര തീരുമാനങ്ങൾക്ക് പിന്നിൽ. പക്ഷേ അവർ മനസ്സിലാക്കാതെ പോയ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണത്? ഒരു നിഷ്പക്ഷ വ്യാപാര കേന്ദ്രത്തിന് ഒരിക്കലും ഒരേ സമയം ഒരു സൈനിക ശക്തിയായി മാറാൻ കഴിയില്ല എന്നത്. കാരണം വ്യാപാരം നിലനിൽക്കുന്നത് തന്നെ നിഷ്പക്ഷതയിലും സമാധാനത്തിലുമാണ്. അപ്പോൾ അതായത് സാമ്പത്തിക താൽപ്പര്യവും രാഷ്ട്രീയ താൽപ്പര്യവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷമാണ് അവിടെ നടന്നത്.
ഈ സൈനിക ഭീഷണികൾ എങ്ങനെയാണ് അവരുടെ അടിസ്ഥാന സമ്പദ്വ്യവസ്ഥയെ നേരിട്ട് തകർത്തതെന്ന് നോക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി ശരിക്കും മനസ്സിലാവുന്നത്. സ്രോതസ്സുകൾ പ്രധാനമായും എടുത്തു കാണിക്കുന്നത് ദുബായ് വിമാനത്താവളത്തിന്റെയും ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നായ ജബൽ അലി പോർട്ടിന്റെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതാണ്. ഇതൊരു വെറും ട്രാഫിക് ബ്ലോക്ക് അല്ലല്ലോ, ഇത് ആഗോള സപ്ലൈ ചെയിനിനെ തന്നെ ബാധിക്കുന്ന ഒന്നല്ലേ? അതെ, തീർച്ചയായും. ജബൽ അലി പോർട്ട് എന്ന് പറയുന്നത് വെറുമൊരു തുറമുഖമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ലോകത്തെ മുഴുവൻ ചരക്കുനീക്കങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ്. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കൂറ്റൻ കപ്പലുകൾ അവിടെ ചരക്കിറക്കുകയും അത് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. അതെ, അതൊരു വലിയ ശൃംഖലയാണ്. അവിടെ ഒരു കണ്ടെയ്നർ ഇറക്കി മാറ്റുന്നത് മിനിറ്റുകളുടെ കൃത്യതയോടെയാണ്. ഈ ഗണിതശാസ്ത്രപരമായ കൃത്യതയിലാണ് ആ തുറമുഖം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഒരു ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ ആക്രമണ ഭീഷണി വരുന്നത്. ഒരു ഡ്രോൺ വന്ന് തുറമുഖത്ത് വീഴണമെന്നില്ല. ആകാശത്ത് ഒരു ചെറിയ സുരക്ഷാ മുന്നറിയിപ്പുണ്ടായാൽ മതി, ഈ പറയുന്ന കൃത്യതയുടെ താളം തെറ്റും. അതുമാത്രമല്ല, യുദ്ധസാഹചര്യമുള്ള ഒരു മേഖലയിലേക്ക് വരുന്ന കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇൻഷുറൻസ് കമ്പനികൾ വലിയ തുക പ്രീമിയമായി ഈടാക്കാൻ തുടങ്ങുമല്ലോ. ഇതോടെ ആ തുറമുഖം വഴിയുള്ള ചരക്കുനീക്കം വളരെ ചിലവേറിയതായി മാറുന്നു. സ്വാഭാവികമായും വലിയ ഷിപ്പിംഗ് കമ്പനികൾ സുരക്ഷിതമായ മറ്റു തുറമുഖങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. ശരിയാണ്. വാക്വം ക്ലീനർ പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണം വലിച്ചെടുക്കുന്ന വലിയ മെഷീനുകളായിരുന്നു അവരുടെ എയർപോർട്ടും പോർട്ടും. ആ മെഷീന്റെ പ്ലഗ് ഊരിയതുപോലെയായിപ്പോൾ കാര്യങ്ങൾ. ഈയൊരു മാറ്റം ദുബായിയുടെ അടിസ്ഥാന സാമ്പത്തിക മോഡലിനെ തന്നെയാണ് റദ്ദാക്കുന്നത്. കാരണം അവർ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് ലാഭം കണ്ടെത്തുന്നത്. ആ വിതരണ ശൃംഖല മുറിഞ്ഞാൽ പിന്നെ അവരുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. ശരി, അപ്പോൾ പണമുള്ള കോടീശ്വരന്മാർക്ക് തങ്ങളുടെ ആസ്തികൾ സിംഗപ്പൂരിലേക്കോ ഹോങ്കോങ്ങിലേക്കോ മാറ്റാം. അവർക്ക് വിമാനത്തിൽ കയറി വേഗത്തിൽ രക്ഷപ്പെടാം. പക്ഷേ ഇവിടെ വളരെ ഗൗരവമുള്ള മറ്റൊരു വശമുണ്ട്. ഈ വലിയ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിപാലിക്കുന്ന, അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന, സൂപ്പർമാർക്കറ്റുകൾ നടത്തുന്ന, ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പ്രവാസികളുണ്ട്. അവരാണ് ശരിക്കും കഷ്ടപ്പെടുന്നത്. അതെ, നമ്മൾ ഈ സംസാരിക്കുന്ന ആഗോള രാഷ്ട്രീയവും ഡേറ്റാ സെർവറുകളുടെ മാറ്റവുമൊക്കെ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇവിടെയാണ് ഈ ഭൗമരാഷ്ട്രീയ പ്രശ്നം ഒരു വലിയ മാനുഷിക പ്രതിസന്ധിയായി മാറുന്നത്. നമ്മുടെ റിപ്പോർട്ടുകൾ കൃത്യമായി ഇന്ത്യയെക്കുറിച്ചും പ്രത്യേകിച്ച് മലയാളികളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. കോടീശ്വരന്മാര് രാജ്യം വിടുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് ഈ സാധാരണക്കാരുടെ തൊഴിലിനെയാണ്. നിർമ്മാണ മേഖല സ്തംഭിക്കുമ്പോൾ എഞ്ചിനീയർമാർ മുതൽ താഴെത്തട്ടിലുള്ള തൊഴിലാളികൾക്കു വരെ ജോലി നഷ്ടപ്പെടുന്നു. കമ്പനികൾ അടച്ചുപൂട്ടുമ്പോൾ IT, അക്കൗണ്ടിംഗ് തുടങ്ങി സമസ്ത മേഖലയിലുള്ളവരെയും അത് ബാധിക്കും. വിസ റദ്ദാക്കപ്പെടുന്നതോടെ ഇവർക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നാട്ടിലേക്ക് മടങ്ങുകയല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങളില്ല. ഇത് ഇന്ത്യയെ, അതിലും പ്രധാനമായി നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ദുബായിലേതോ ഒരു എയർപോർട്ടിലോ തുറമുഖത്തോ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം, അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ പലചരക്ക് കടക്കാരനെയാണ്. തീർച്ചയായും അതാണ് യാഥാർത്ഥ്യം. ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക് അഥവാ റെമിറ്റൻസ് ഗണ്യമായി കുറയാൻ പോകുന്നു. അവിടെ ഒരു സാധാരണക്കാരനെ ജോലി നഷ്ടപ്പെടുമ്പോൾ അത് അയാളുടെ മാത്രം പ്രശ്നമായി ഒതുങ്ങുന്നില്ല. ഇവിടെ നാട്ടിൽ ഒരു വീട് പണി നിൽക്കുന്നു, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു, ബാങ്കുകളിലെ വായ്പ തിരിച്ചടവ് തെറ്റുന്നു. ഇതെല്ലാം ഒരു വലിയ ചെയിൻ റിയാക്ഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതെ, കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ വലിയൊരു ശതമാനവും പ്രവാസികൾ അയക്കുന്ന ഈ പണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ബാങ്കിംഗ് സെക്ടർ, റിയൽ എസ്റ്റേറ്റ്, ഷോപ്പിംഗ് മാളുകൾ, വാഹന വിപണി എന്നിവയെല്ലാം ഈ പണത്തിന്റെ പിൻബലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാൽ ആ വലിയൊരു കൂട്ടം ആളുകളെ ഉൾക്കൊള്ളാനോ അവർക്ക് പുതിയ തൊഴിൽ നൽകാനോ ഉള്ള ശേഷി നമ്മുടെ ഇപ്പോഴത്തെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്കില്ല. അതൊരു വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയായി മാറും. അതെ, സമ്പന്നർക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ ഈ സാധാരണക്കാരുടെ ഭാവിയാണ് ഈ രാഷ്ട്രീയ കളികളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് വിലയിരുത്തിയാൽ, ഒരു നഗരത്തിന്റെ ഭൗതികമായ വളർച്ച എത്ര വലുതാണെങ്കിലും അത് നിലനിൽക്കുന്നത്
ചില അദൃശ്യമായ വിശ്വാസങ്ങളുടെയും നയങ്ങളുടെയും മുകളിലാണെന്ന് കാണാം. തികച്ചും ശരിയാണ്. കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചാൽ അത് കോൺക്രീറ്റ് ഉപയോഗിച്ച് വീണ്ടും പണിയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു തവണ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചുപിടിക്കാൻ വർഷങ്ങളെടുക്കും. അത് തന്നെയാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. സാമ്പത്തികമായി എത്ര വലിയ ശക്തിയാണെങ്കിലും ശരി, സുരക്ഷയും സമാധാനവും ഇല്ലെങ്കിൽ ആ സമ്പത്തിന് നിലനിൽപ്പില്ല. തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും നിഷ്പക്ഷതയും എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ വന്നൊരു വലിയ ആശയക്കുഴപ്പമാണ് അവരെ ഈ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചത്. ഈ യുദ്ധസാഹചര്യങ്ങൾ മാറി സമാധാനം പൂർണ്ണമായും തിരിച്ചുവന്നാൽ മാത്രമേ അവർക്ക് തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് ഈ സ്രോതസ്സുകൾ കൃത്യമായി അടിവരയിടുന്നുണ്ട്. അതെ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു വലിയ ചോദ്യം ബാക്ക് വയ്ക്കുകയാണ്. ദുബായിയുടെ അടിസ്ഥാനമെന്നത് അവർ ലോകത്ത് നൽകിയ ഒരു വലിയ വാഗ്ദാനമായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്ത് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് യുദ്ധങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾക്ക് സമാധാനമായി ബിസിനസ് ചെയ്യാം എന്ന ഒരു വാഗ്ദാനം. അതാണ് അവരുടെ ഏറ്റവും വലിയ മൂലധനം. എന്നാൽ ഇന്ന് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ആ വാഗ്ദാനത്തെ തകർത്തിരിക്കുന്നു. ഈ സങ്കീർണവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ഇന്നത്തെ ലോകത്ത് വലിയ സാമ്പത്തിക ശക്തികൾക്ക് പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെടാതെ, യുദ്ധങ്ങളിൽ പക്ഷം പിടിക്കാതെ മാറി നിൽക്കാൻ ശരിക്കും കഴിയുമോ? അതോ ആഗോളതലത്തിൽ തികച്ചും നിഷ്പക്ഷമായ ബിസിനസ് ഹബ്ബുകൾ എന്ന ആശയം തന്നെ ഇനി അസാധ്യമാണോ? ഇതേക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.